ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാക്ക വന്ന വഴി എന്ന എപ്പിസോഡിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ജോസ് ജോർജ്, കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയാണ്. 2003 മലങ്കര ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസത്തിൽ ജീവിതത്തിൽ കടന്നു വന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വഴികളെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏലിയാവിൻ്റെ ജീവിതത്തിൽ കാക്ക വന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ഞാൻ സന്തോഷവാനാണ്. 2003 വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ കുടുംബത്തിൽ വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഒറ്റയ്ക്ക് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നതുകൊണ്ട് സഭയിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒക്കെ ഒത്തിരി പഴികൾ കേട്ട നാളുകളിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ന അനുഭവത്തിൽ ദൈവം വചന പഠനത്തിലും വിശ്വാസ ജീവിതത്തിലും ദൈവം ഓരോ ദിവസവും വിശ്വാസത്തിൽ എന്നെ വഴി നടത്തി. ഓരോ വ്യക്തികൾ മുഖാന്തരം, ദേവദാസന്മാർ മുഖാന്തരം, കുടുംബങ്ങൾ മുഖാന്തരം ഒരു കാക്കയെ പോലെ അവർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ ദിവസവും എന്നെ കൈപിടിച്ചവർ എന്നെ വഴി നടത്തി. എൻ്റെ വിവാഹം ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ കടന്നു വന്ന നാളിൽ ആരും കുടുംബത്തിൽ ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആരുമില്ല. 2024 ആണെങ്കിൽ, എന്നാൽ ദൈവം എൻ്റെ വിവാഹ സമയത്ത് എങ്ങനെയാണ് വിവാഹം നടക്കുന്നത്? സഭക്കാർ ഒരു സ്ഥലത്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ സഭയിൽ നടത്തണം. എൻ്റെ വാശി പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ എനിക്ക് നടത്തണം. ആരും വിവാഹത്തിന് എന്നോട് ചേർന്ന് നിൽപ്പാൻ ആരുമില്ലായിരുന്നു. എന്നാൽ എങ്ങനെയാണ് വിവാഹം നടക്കുന്നത്, ഇതിൻ്റെ ചെലവുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ, എന്നാൽ എൻ്റെ സഭയും അസംബ്ലി ഓഫ് ഗോഡ് പള്ളിശ്ശേരിക്കൽ സഭയും ദേവദാസനും എന്നോട് ചേർന്ന് ഒരു കാക്കയെ പോലെ ദൈവം തൻ്റെ ദാസനിലൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ സഹായിച്ചു. മിനിസ്ട്രിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 2008 ഞങ്ങൾ കുടുംബമായി രാജസ്ഥാനിൽ ഒരു ഗ്രാമത്തിൽ വേല ചെയ്യുമ്പോൾ ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ആരുമില്ലായിരുന്നു. ഒരു സംഘടന ഞങ്ങളെ സഹായിക്കുവാനില്ലായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ വാടക, 3 മാസം പ്രായമായ കുഞ്ഞ്, എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് പലപ്പോഴും ചിന്തിച്ചും ഭാരിച്ച നാളിൽ ഒരിക്കലും ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ വാടക കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഭവനത്തിൽ ഫുഡില്ല, ഫിനാൻഷ്യലി വളരെയധികം പ്രതികൂലം, ആരും സഹായിക്കാനില്ല. എന്നാൽ ദൈവം ഒരു ദൈവദാസനെ ഞങ്ങൾക്കറിയാവുന്ന, അവിടെ ഞാൻ വിവാഹത്തിന് മുന്നമേ ശുശ്രൂഷയിലായിരുന്ന സഭയിലെ ഒരു ദൈവദാസൻ, അദ്ദേഹം ആ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങളെ കാണണമെന്ന് അദ്ദേഹത്തിന് ദൈവാത്മാവ് പ്രേരണ കൊടുത്ത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം ആ ഭവനത്തിലേക്ക് കടന്നു. ഞങ്ങളുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കണ്ട് ദൈവാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രേരണ കൊടുത്ത് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരത്തിനുള്ള സാമഗ്രികൾ വാങ്ങിക്കുവാനും ആഹാരത്തിനുള്ള സാമഗ്രികൾ വാങ്ങിക്കുവാനും വാടക കൊടുക്കുവാനുമുള്ള സാമ്പത്തികം തൻ്റെ ദാസൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പേഴ്സിൽ നിന്ന് ഒരു പിടി വാരി ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. ജീവിതത്തിൽ ഒരനുഭവമായിരുന്നു. നോർത്ത് ഇന്ത്യ മിനിസ്ട്രിയിൽ ഒറ്റപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്തപ്പോൾ ആ ദേവദാസനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു നന്മയായിരുന്നു. ആരും സഹായമില്ലാതിരുന്നപ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിനെ കണ്ട ദൈവം ആ ദേവദാസൻ്റെ മനസ്സിൽ ഏലിയാവിനെ ദൈവം നടത്തിയതുപോലെ ആ ദേവദാസനെ ആ സ്ഥലത്തേക്ക് അയക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്നതായ ആഹാരത്തെയും വാടകയും ഒക്കെ ആ സമയത്ത് ദേവദാസനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലാണ്. ഞങ്ങൾ 2009 രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് കടന്നു വരുമ്പോൾ അസംബ്ലി ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ കടന്നു വന്നു. സാമ്പത്തികമായി ഒരു സഹായം ഞങ്ങൾക്ക് ആ സമയത്ത് ലഭിച്ചു. എന്നാൽ അത് പരിമിതമായ ഒരു
സാമ്പത്തിക നന്മയായിരുന്നു. എന്നാൽ പലപ്പോഴും എങ്ങനെയാണ് മിനിസ്ട്രിക്ക് പോകേണ്ടത്, മറ്റ് സാമ്പത്തിക ആഹാരത്തിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ. എന്നാൽ ദൈവം അതാത് സമയത്ത് ഓരോ വ്യക്തികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ആരും അറിയാത്ത ആ സ്ഥലത്തേക്ക്, ഞങ്ങൾ ഗുജറാത്തിൽ മേസാന എന്ന പ്രദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ആരും ഞങ്ങളെ അറിയാത്ത ആ സ്ഥലത്തേക്ക് ദൈവം ഞങ്ങളെ, ഓരോ വ്യക്തികളെ, ഒരിക്കൽ ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഗുജറാത്തി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു വിശ്വാസി ഞങ്ങളെ കാണണം, ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം കടന്നു. ഒരു ചെറിയ നന്മ അദ്ദേഹം താൻ അനുഭവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു നന്മ നൽകി. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ വാടക, കുഞ്ഞിന് ആഹാരം കൊടുക്കുവാനുള്ളതൊക്കെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ഒരു വഴിയാണ്. ആ വഴി ദൈവം ഇന്നും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നടന്നാണ് ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നത്. രാജസ്ഥാനിൽ ഞങ്ങൾ നടന്നാണ് ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. വാഹനം ഞങ്ങൾക്കില്ലായിരുന്നു. പലപ്പോഴും വളരെ ചൂട് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വാഹനം ലഭിച്ചാൽ കൊള്ളാമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. എന്നാൽ ഞങ്ങൾക്ക് സഹായം ചോദിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം, അസംബ്ലി സ്കൂളിലെ ഒരു ദൈവദാസൻ, വർഷങ്ങളായി അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുവാൻ അദ്ദേഹം എന്നോട് ചോദിച്ചാണ്, ശുശ്രൂഷയ്ക്കായിട്ട് എങ്ങനെയാണ് കടന്നു പോകുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായി അദ്ദേഹം നൽകുകയും ഞങ്ങളത് ചില നാളുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തൊരു പ്രേരണയായിരുന്നു ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ വാഹനത്തെ നൽകണമെന്ന്. ദൈവം അതിനുവേണ്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഒരു കാക്കയെ പോലെ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എൻ്റെ ഫോണിലേക്ക് കടന്നു വരികയും അദ്ദേഹം പറയുകയാണ്, വന്ന് വാഹനം എടുത്തുകൊണ്ട് പോകാം. ഞങ്ങളൊരിക്കലും നനച്ചതല്ല ഒരു വാഹനം ലഭിക്കുമെന്ന്. എന്നാൽ ദൈവം അതിനു വേണ്ടുന്ന ഒരു വഴിയെ ആ ദൈവദാസനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നു. അതിനുശേഷം കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കുവാനായിട്ട് സ്കൂളിൽ നിന്ന് ഫോൺ വന്നു. എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ഭാരപ്പെട്ട അനുഭവത്തിൽ സ്കൂളിലേക്ക് കടന്നപ്പോൾ പ്രിൻസിപ്പൽ ഒരു കാത്തലിക്സ് സ്കൂളായിരുന്നു. ഫാദർ പറഞ്ഞു ഫീസ് അടയ്ക്കണം. ഞങ്ങൾ വളരെയധികം വിഷമിച്ച്, എങ്ങനെയാണ്, കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ആ ഫീസ് മൊത്തം അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൺസെഷൻ തരണം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഭിക്ഷ യാചിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങൾ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കണം. വളരെ വിഷമത്തോടെ ഞാൻ പറഞ്ഞു 2 ദിവസം എനിക്ക് സമയം തരണം. ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഗുജറാത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു പട്ടേൽ ഫാമിലി, അവർ ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വന്നു, ഞങ്ങളെ പരിചയപ്പെട്ടു. അതിനുശേഷം അവർ മടങ്ങിപ്പോയതിനു ശേഷം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള സാമ്പത്തികത്തെ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നു. ഞങ്ങൾക്കറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുത്ത സ്കൂളിൽ ഒരിക്കലും അദ്ദേഹത്തിന് മുമ്പിൽ പോയി യാചിക്കുവാനിടയാകരുത്. അന്ന് മുതൽ ദൈവം കുഞ്ഞുങ്ങളുടെ ഫീസിൻ്റെ സമയമാകുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. 2018 മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവത്തിൽ എങ്ങനെയാണ് വീടിൻ്റെ വാടക, കുഞ്ഞുങ്ങളുടെ പഠിത്തം, സ്വന്തമായി ഭവനമില്ല, ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം ഓരോ ദിവസം ഓരോ വ്യക്തികളെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി. അങ്ങനെ വാടക കൊടുക്കുവാൻ സാമ്പത്തികമായി ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ സിന്ധിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു കുടുംബം ആരാധനയ്ക്കായി ഞങ്ങൾക്ക് വസിക്കുവാനായിട്ട് ഒരു പഴയ ഒരു ഭവനം അവർ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ എടുത്തിട്ടിരുന്നു. ഞങ്ങളെ ഫോൺ വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ താമസിക്കാം, അവിടെ ആരാധന നടത്താം. ഞങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട സമയമായിരുന്നു 2018. ആ സമയത്ത് ആ ദേവദാസി അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അവർ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി ആ ഭവനത്തെ ഒരുക്കി. ഇന്നും ആ ഭവനം ഞങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു ആരാധനയ്ക്കായി. ഞങ്ങളവിടെ വസിച്ചു, 5 വർഷം അവിടെ വസിച്ചു.
ദൈവം അതിനുവേണ്ടി കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ആ ദൈവദാസിയിലൂടെ ഞങ്ങൾക്ക് അവിടെ കടന്നു പോകുവാനും വളരെ പ്രതിസന്ധികൾ, മരണത്തെ മുഖാമുഖം കണ്ട ആ സമയത്ത്, അല്ലെങ്കിൽ ശുശ്രൂഷ അവിടെ വിട്ടിട്ട് ഓടിപ്പോകണമെന്ന് വിചാരിച്ച സമയത്ത് ആ ദൈവദാസിയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഭവനത്തെയും ആരാധനാലയത്തെയും ദൈവം ഒരുക്കി തന്നു. ഇന്നും ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. അതോടൊപ്പം തന്നെ കൊറോണ സമയത്ത് ഫുഡില്ലാതെ ഭാരപ്പെടുന്ന സമയം, ആരുമായിട്ട് മറ്റ് സമ്പർക്കങ്ങളൊന്നുമില്ല. എൻ്റെ പിതാവ് രോഗത്താൽ ഭാരപ്പെടുന്ന അനിയൻ ആദ്യത്തെ കൊറോണയിൽ മരിച്ചുപോയി. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആമൻ ദുഃഖത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ TPM നിന്ന് ഒരു വിശ്വാസി കുടുംബം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കാറിൽ വന്നു. അവർ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി കടന്നു വന്നതാണ്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. പോകാൻ നേരത്ത് അവരുടെ വാഹനത്തിൽ നിന്ന് 1 മാസത്തേക്കുള്ള ആഹാരത്തിൻ്റെ സാമഗ്രികളെ, പച്ചക്കറിയും അരിയും മറ്റു സാധനങ്ങളും എല്ലാം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടു തന്നു. ഒരു മറ്റ് വിശ്വാസത്തിൽ നിന്ന ഒരു കുടുംബമാണ്. അവരെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി. അതോടൊപ്പം തന്നെ മറ്റൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പറയുവാനുള്ളത്, 2015 ഞങ്ങളൊരു ഗ്രാമത്തിലേക്ക് വർക്ക് കഴിഞ്ഞ് അവിടെ ഒരു സ്കൂളുണ്ട്, മലയാളി സ്കൂൾ. അങ്ങനെ അവിടെ 1-2 മലയാളികളുണ്ട്. അവരെ കാണുവാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടുത്തെ സാറിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നാട്ടിൽ നിന്നൊരു കുടുംബം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെയാണ് പഠിക്കുന്നത്, അവർ ഉപവാസത്തിലാണ്, പാസ്റ്റർ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇട തീർന്നു. 2015 മുതൽ 2018 വരെ ദൈവം ആ ഫാമിലിയിലൂടെ ഞങ്ങളെ ഭവനത്തിൻ്റെ റെൻ്റ് അടയ്ക്കുവാനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കി. കേരളത്തിൽ നിന്ന് അദ്ദേഹം മേസാനയിലേക്ക് കടന്നു വന്നു, ഞങ്ങളുടെ സഭയെ സഹായിച്ചു. ദൈവം ഇന്നും വഴിയൊരുക്കുന്നു. ആരുടെ മുന്നിൽ ലജിച്ചു പോകാതെ, ഞങ്ങളെ അറിയാത്ത, ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത അനേകർ ഞങ്ങളെ തേടി വന്നു. ഒരു കാക്കയെ പോലെ അതാത് സമയത്ത് ആഹാരത്തെയും മറ്റ് ആവശ്യങ്ങളെയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം നടത്തി. ഇന്നും ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രതികൂലത്തിലായിരിക്കും. സാമ്പത്തികമായി മറ്റ് അനുഭവങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന പല ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഒരു കാക്ക നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരത്തെ ഒരുക്കുന്ന ഒരു കാക്ക ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. അവനിൽ വിശ്വസിക്കുക, അവനിൽ അടിയുറച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തോടെ, നിരാശയോടെ നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ പ്രതികൂലത്തോടെ, ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്നെ വഴി നടത്തിയ ദൈവം, എനിക്ക് വേണ്ടി കാക്ക ഒരുക്കിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഒരുക്കുവാൻ ശക്തനാണ്. യേശുവിൽ വിശ്വസിക്കുക. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും യേശുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതിനായി അവസരമൊരുക്കി തന്ന ഷാജൻ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.